ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ എറണാകുളംകാരിയാണ് ബേസിക്കലി. ഇപ്പോൾ ഇവിടെ UK ഷെഫീൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത് കുറച്ച് ദൂരെയാണ്, മാഞ്ചസ്റ്ററിൽ. അങ്ങനെ ആണ് ജീവിതം. അതാണ് എന്നെപ്പറ്റി ഒരു കുഞ്ഞി ഇത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സഹയാത്രികനായിട്ടുള്ള എൻ്റെ ഹസ്ബൻഡുണ്ട്. ഇറ്റുമ, നെയ്ച്ചു എന്ന് വിളിക്കും, പലതും വിളിക്കും, പക്ഷേ ഇതാണ് കൂടുതൽ വിളിക്കുന്നത്. ഞങ്ങൾ നാളെ തുടങ്ങി ഞങ്ങളുടെ ഷിഫ്റ്റ് നോർമൽ ഡ്യൂട്ടി ഡേയ്സ് തുടങ്ങുവാണ്. അപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കി വയ്ക്കുവാണ്. അപ്പോൾ ചിക്കൻ കറി വിത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് ഒരു സാധാരണ ഒരു കറി. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന പാത്രം ഈ ഉരുളിയാണ്. ഈ ഉരുളി ഞങ്ങൾ നാട്ടിൽ ഡിസംബറിൽ വന്ന് പോയപ്പം അമ്മ ഡേസി മമ്മി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രമാണ്. അത് ഞാൻ നൈസായിട്ട് ചാമ്പിങ്ങോട്, കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ പോയി മേടിക്കാനുള്ളൊരു സാവകാശം ലാസ്റ്റ് മിനിറ്റൊക്കെ ആയപ്പോൾ കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്തു തൽക്കാലം എടുത്തിട്ട് വരെ നമ്മുടെ കാര്യം നടക്കുക. അപ്പനും അമ്മയും വീട്ടിലുണ്ടല്ലോ, നാട്ടിലുണ്ടല്ലോ, അവർക്ക് എപ്പോൾ വേണേലും മേടിക്കാം. ഞാൻ എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടിയാണ് എന്നൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ അടിച്ചു മാറ്റാറുള്ളൂ, എപ്പോഴും ചെയ്യാറില്ല. അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന ഒരു സാധനമുണ്ട്, അത് അപ്പയുടെ ഒരു ഫോൺ ഹോൾഡറായിരുന്നു. അത് അപ്പം പോലും അറിഞ്ഞില്ല. ഞാനിവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ അപ്പം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എനിവേയ്സ്, അപ്പം നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഈ ചട്ടിയിലാണ്, ഈ ഉരുളിയിലാണ്. എനിക്ക് ഈ ഉരുളി ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇതിൽ ഇളക്കാനൊക്കെ നല്ല നല്ല ലാവിഷായിട്ട് നമുക്ക് ഇളക്കാം. ഇതിനു മുന്നേ നമ്മൾ ഇതുപോലെ വിസ്താരമുള്ള പാത്രം ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നത് മെജോറിറ്റി നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളായിരുന്നു. അപ്പോൾ അതത്ര നമുക്ക് ഒരു കോൺഫിഡൻസ് തരത്തില്ല കുക്ക് ചെയ്യുമ്പോൾ. നമ്മൾ സൂക്ഷിക്കണം എപ്പോഴും. അതിൻ്റെ ഇളകി വരുന്നുണ്ടോ അതൊക്കെ നമ്മൾ നോക്കണം. അതിൻ്റെ കോട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പം ഈ പാത്രമാകുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നമില്ല. നമ്മൾ തിന്നാൻ പഠിപ്പിച്ച പോലെയാണല്ലോ നമ്മൾ തിന്നാൻ ഉണ്ടാക്കാനും പഠിക്കേണ്ടത്. അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളതൊരു കാര്യമാണ്. സർവൈവിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളത് പഠിച്ചിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ വലിയ കഥകൾ പറയുന്നില്ല, തുടങ്ങാം. ഞാൻ ഓൾറെഡി കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇവിടുത്തെ വെളുത്തുള്ളി ആക്ച്വലി ഇച്ചിരി വലിപ്പമുണ്ട്, അപ്പോൾ ഞാൻ അതനുസരിച്ച് എടുത്തു. പിന്നെ ഇഞ്ചി ഇതുപോലെ ഒരു ഇതിൻ്റെ ഒരു കുറച്ചും കൂടെ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഒരു കുറച്ച് പച്ചമുളക് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും. നമ്മൾ തീ ഓണാക്കി ഓയിൽ ഒഴിച്ചു. ഡിസ്പെൻസറിയിൽ നിന്ന് ഓയിൽ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ആക്ച്വലി ഇത്രയേ ഉള്ളൂ ഇതിൽ. നമുക്ക് ഇനി ഒഴിക്കേണ്ടി വരും, നമ്മൾ പുകയെ നമ്മൾ നോക്കി ഒഴിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നൊരു സൺഡേ ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റെസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലെ പള്ളിയിൽ പോയി. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട് പള്ളിയിലോട്ട്. നമ്മൾ ഒരു തല കാണാൻ പറ്റും. കുടുംബം കലക്കോന്നാ, കുടുംബം കാണിക്കണ്ടേ, അവരും നമ്മുടെ കുടുംബത്തിൽ അംഗമല്ലേ. വാ, ഓക്കെ, അത് വരുമ്പോൾ വരട്ടെ. ഞാൻ സബോൾ, ദിസ് ഇസ് മൈ ഇറ്റുമ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ നമ്മൾ ചതച്ച് നല്ല പൊടിയാക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇടുന്നു. നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ആഡ് ചെയ്യും. ഇതെല്ലാം കൂടി ഇനി ഒന്ന് സെറ്റായി സോർട്ട് ചെയ്ത് വരണം. ഓക്കെ, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ പണിയുടെ ഏകദേശം എന്തൊക്കെയോ ആകുന്നുണ്ട്. നമ്മൾ ഉള്ളി വഴച്ചിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കുറേ നേരം എടുത്തുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഫുള്ള് കാണിക്കുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് കാണാം, ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തിത്തുടങ്ങി. ഓൾമോസ്റ്റ് എത്തി. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ഐറ്റംസ് ഇടാൻ പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ കാണുന്ന പോലെ കണ്ടാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാണണ്ട. അതൊക്കെ കാണും. ഓക്കെ, നമ്മൾ പൊടി ഐറ്റംസ് ഇടാൻ പോവാണ്. മഞ്ഞൾപ്പൊടി ഇടുന്നത്, മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് ഇടുക. കുറച്ച് കുരുമുളക് ഇടുന്നു, കുറച്ചധികം കേട്ടോ. കുരുമുളക് എനിക്കിഷ്ടമാണ്. കുരുമുളക് ഇട്ടു.
എന്നും വെച്ച് ഒരുപാട് ഇടണ്ട, നിങ്ങൾ കഴിക്കേണ്ട സാധനമാണ്. ഇപ്പം നോക്കിയും കണ്ടിടുക. ഇനി ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് കൊണ്ടുവന്നത് നാട്ടിൽ നിന്ന്. ഇത്തവണ നാട്ടിൽ പോയി വന്നപ്പം അവിടെ നിന്ന് അമ്മ പൊടിപ്പിച്ച് തന്നുവിട്ട കാശ്മീരി മുളക് പൊടി. അത് കുറച്ചിടുക. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ കറിക്ക് എങ്ങനത്തെ കളർ വേണമെന്ന്. അപ്പം നിങ്ങളതനുസരിച്ചിടുക. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ഇട്ടു. ഇനി നെക്സ്റ്റ് കുറച്ച് കൊറിയാൻഡർ പൗഡർ നമ്മളിടുന്നു. മല്ലിപ്പൊടി. ഇത് നമ്മൾ ഇത് ആക്ച്വലി പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഇടുമായിരുന്നു. ഇപ്പം ഞാൻ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് പകുതിയോളം ഞാൻ കുറച്ചു. അതിനകത്തേക്ക് നമ്മൾ ഇടുന്നത് ചിക്കൻ മസാല. ഞാൻ ഉപയോഗിക്കുന്ന ചിക്കൻ മസാല കുറേ നാളുകളായിട്ട് ഞാൻ ഇൻസ്റ്റന്റ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് അത് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. ഇതെൻ്റെ വേ ഓഫ് കുക്കിംഗ് ആണ്. ഒരുപാട് ആകെ ചിക്കൻ മസാലയാണ് കുറച്ച് കൂടുതൽ നമ്മൾ ഇടുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കുറച്ച്. പിന്നെ നമ്മൾ തീ ഒന്ന് മാനേജ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നല്ലോണം ഇത് മിക്സ് ചെയ്യാം. ഇച്ചു ഈ സമയം കൊണ്ട്, ഇപ്പം ഞാൻ മസാല റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇച്ചു ചിക്കൻ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി വെച്ചു. നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിപ്പുണ്ട്. തക്കാളി ഞാനൊരു 2 തക്കാളി എടുക്കുന്നുണ്ട്. അപ്പം നമുക്കിതുപോലെ ഇതിനകത്തേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞിടുന്നു. ഇനി എല്ലാവർക്കും അറിയുന്ന പോലെ കുറച്ച് കറിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇച്ചുവിൻ്റെ വീട്ടിൽ, എടപ്പള്ളി വീട്ടിൽ ഒരു വലിയ മരമുണ്ട് ഇതിൻ്റെ. ഞാൻ കഴുകിയിട്ട് നമ്മൾ നോക്കിയിടണം, വേറെ അഴുക്കൊന്നും കയറരുത് ഇതിൻ്റെ കൂട്ടത്തിൽ. നോക്കി ഇടുക. ആ പോകുന്നത് തുണി ഉണക്കാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പം മസാലയുടെ കരിഞ്ഞു പോവാതിരിക്കാൻ ഏറ്റവും ചെറിയ തീയിലിട്ടേക്കുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് ഇടുവാണ്. ഞാൻ ഇച്ചിരി തീ കൂട്ടുന്നുണ്ട്. ഇത്രയും നേരം സിമ്മിലായിരുന്നു ഇതിരുന്നേച്ചേ, അതുകൊണ്ടാണ് ഇത് അടുക്കി പിടിക്കാതിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് അടുക്കി പിടിക്കും കുറച്ച് സമയം. ഇപ്പം ഞാൻ തീ കൂട്ടുവാണ്. നല്ലോണം മിക്സ് ചെയ്ത് ഈ പ്യൂരിയുടെ വെള്ളത്തിലാണ് ഇനി ഇതാവുന്നത്. മാക്സിമം ഇത് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഈ ഗ്രേവി ഒന്ന് സെറ്റായി വരുന്ന ഈ സമയമാണ് ഇച്ചിരി ടൈം കൺസ്യൂമിങ്. അതായത് എനിക്കിത് നല്ല ബ്രൗൺ കളറിലെ മുരിഞ്ഞ ചിക്കൻ കറിയുടെ കൂട്ടാണ് ഇത് ആക്ച്വലി ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ കളറ് കണ്ടോ? അപ്പം ഈ കളറ് കുറച്ചും കൂടെ ഒന്ന് സെറ്റായി വരും. എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് റെഡിയായി വരും. ഞാൻ ഈ ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് മാറ്റുവാണേ, കാരണം എനിക്ക് ഈ ഫ്ലെയിം ഇച്ചിരി ഓവർ ഫീലിംഗ്. തീയൊക്കെ നമ്മളൊന്ന് മാനേജ് ചെയ്ത് വെക്കണം കേട്ടോ. അതായത് ഒരുപാട് ചൂട് വേണ്ട, ഒരുപാട് ഇത് വേണ്ട. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഒരു ലെവലിൽ വെച്ചാൽ മതി. കുറേ നേരം എടുക്കും കേട്ടോ ഈ പാകമായി വരാനായിട്ട്. അതായത് മസാലയൊക്കെ നല്ല പാകത്തിന് മുരിഞ്ഞ് അടുക്കി പിടിക്കാണ്ട് ഇങ്ങനെ കൂട്ടായിട്ട് ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഒരു നമ്മുടെ ചപ്പാത്തിയൊക്കെ കുഴച്ച് ഇങ്ങനെ ഉണ്ട പോലെ ആക്കിയെടുക്കത്തില്ല, അതുപോലത്തെ ഒരു പരുവത്തിൽ. അത്രയും കുഴയത്തില്ല, പക്ഷെ ഞാൻ പറയുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരു ഇങ്ങനെ കൂടിയിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി, ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ ഞാൻ ചെയ്യാറുണ്ടേ. എന്നിട്ട് ചിക്കൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഹൈ ഫ്ലെയിമിലോട്ടാക്കണം. ചിക്കൻ ഇടുന്നതിന് മുന്നേ ഹൈ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മസാല എല്ലാ സ്ഥലത്തേക്കും പിടിക്കുന്ന രീതിയിൽ മാക്സിമം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. കുറച്ച് അധികം ആഡ് ചെയ്യുന്നുണ്ട്, കാരണം വേറെ ഒന്നുമല്ല, ഇത് നമ്മൾ ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കത്തില്ല. പിന്നെ ഇതിന് ചിക്കൻ്റെ വെള്ളം ഇറങ്ങും, നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടണം. അപ്പം എല്ലാം കണക്കാക്കി ഇച്ചിരി ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഗ്രേവിക്ക് ഭാഗമായിട്ട് ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഉള്ള വെള്ളം നോക്കണ്ട. ഇത് മസാലയൊക്കെ നല്ലോണം പിടിച്ചൊന്ന് സെറ്റായി കുറുകി വരുന്ന ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ വെന്ത് തുടങ്ങുമ്പോൾ നമ്മളിത് തുറന്ന് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കും. അപ്പം ഇതൊന്നും കൂടെ ഒന്ന് കൺസിസ്റ്റൻസി നല്ല കുറുകി ഒന്ന് വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്യുന്നത് കൂടുതലാണെന്ന് തോന്നും, പക്ഷെ ഇത് ആക്ച്വലി ഇതിന് വേണ്ടതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് നേരം
ഇതൊന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് ചൂടാക്കാം. തിള നല്ലോണം വന്നു തുടങ്ങുമ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കുറച്ച് സമയം നമ്മളത് കുക്ക് ചെയ്യാനായിട്ട് വിടുവാണ്. ഇത് ഭയങ്കര സിമ്പിൾ ചിക്കൻ കറി ആണെങ്കിലും ഇതിന് കുറച്ച് പേഷ്യൻസ് വേണം. പെട്ടെന്ന് മസാല പകുതി വെന്തിട്ട് ചിക്കൻ ഇടുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ മാക്സിമം സമയം നല്ലോണം ഇട്ട് നല്ലോണം വഴറ്റി എടുക്കും മസാല. കുറേ സമയം എടുക്കും മസാല വഴറ്റാൻ വേണ്ടി തന്നെ. അത് ആക്ച്വലി ടുവേർഡ്സ് ദ എൻഡ് ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. അത് വറുത്തിട്ടുള്ള ചിക്കൻ കറി ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. വയലുവെള്ളം വരുന്നു. ഇനിയിപ്പോൾ തിളച്ച് തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. ഉപ്പ് പാകാം. പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പം ഞാൻ ആഡ് ചെയ്യുന്നില്ല. വെന്ത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഇടുന്നേക്ക് മുന്നേ നമ്മളൊന്നും കൂടെ നോക്കാം. കാരണം ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ കുറച്ചും കൂടെ അതിലെ ഉപ്പ് വലിയും. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുന്നേക്ക് മുന്നേ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് നോക്കി സെറ്റ് ചെയ്യാം. അപ്പം നമ്മളിത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇത് ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി നമ്മളിത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് വേവിക്കാൻ പോകണം. ഓക്കെ, കുറച്ച് നേരം വേവിക്കാൻ പോകണം. അപ്പം എനിക്കിവിടെ ടൈമർ വയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ടൈമർ വെച്ചിട്ട് പോകുന്നത്. കാരണം അല്ലെങ്കിൽ എൻ്റെ കണക്കൂട്ടുകളെല്ലാം തെറ്റും, എപ്പോഴും തെറ്റാറുണ്ട്. ഇത് അടച്ചു വെച്ചു. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് ഞാൻ വയ്ക്കുവാണ്. അത്ര സമയം കഴിയുമ്പോഴത്തേനും നമുക്ക് തിരിച്ചു വന്നിട്ട് നോക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും ഇതൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് കാണാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വന്ന് നോക്കുക. വരുമ്പോഴത്തേനും കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയേക്കണം കാണാൻ പറ്റും. ഇതിനകത്തോട്ട് നമ്മൾ കഴുകി അരിഞ്ഞൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങുകൾ ആഡ് ചെയ്യാം. അത്യാവശ്യം വലുപ്പത്തിനാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞേക്കുന്നത്. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ടിപ്പായിട്ടിരുന്നോട്ടെ, എടുത്തോ. ഇനി അത് നല്ലോണം മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവ് ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്തു. ഒരു പൊടിക്ക് ഉപ്പ് കയറി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഉപ്പ് ആഡ് ചെയ്യുന്നത്. കാരണം ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി അതിൽ നിന്നുള്ള ഉപ്പ് ഒന്നും കൂടെ വലിയും. അപ്പോൾ ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് കറക്റ്റ് ഉപ്പ് കിട്ടാൻ വേണ്ടി ഇച്ചിരി പൊടിക്ക് ആഡ് ചെയ്യാം. ആഹാ, സൂപ്പറായിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 3 നുള്ളാണേ, 3 സ്പൂണല്ല, 3 നുള്ള് എടുത്ത് ആഡ് ചെയ്യുക. ഈ പഞ്ചസാരയോ എന്ന് ചിന്തിക്കണേക്ക് മുന്നേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ഉപ്പ് മാത്രം ആഡ് ചെയ്യുന്ന കറികളിലും ഉപ്പിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു കുറച്ച് നുള്ള് പഞ്ചസാര ആഡ് ചെയ്യുമ്പോഴത്തേനും വരുന്ന ടേസ്റ്റിനൊരു ചെറിയൊരു എൻഹാൻസ്മെൻ്റ് ഉണ്ട്. അത് ഞാൻ ആഡ് ചെയ്ത് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. അതിൻ്റെ ആ ഉപ്പ് ഇങ്ങനെ എടുത്തെറിച്ച് നിൽക്കുന്ന പോലെയല്ല, ഒരു ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ഒരു ഫ്ലേവർ ബാലൻസിങ്ങിന് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതിന് ശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് ഒരു 10 മിനിറ്റ് മതിയാവും. അപ്പോൾ അടച്ചു വെച്ചാൽ പോകുക. 10 മിനിറ്റ് കഴിയുമ്പോൾ വന്ന് നോക്കാം. ഇനി 10 മിനിറ്റ് കഴിഞ്ഞു, ഉരുളക്കിഴങ്ങ് വന്ന് നോക്കാം വെന്തിട്ടുണ്ടാവും, അതിവിടെ പോകാനാ. അതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് ലാസ്റ്റ് മിനിറ്റ് നമ്മളൊന്ന് ഒരു 10 മിനിറ്റ്സ് നമ്മൾ തുറന്ന് വെച്ചിട്ടൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കും. ഇതായിരിക്കും എൻ്റെ കൺസിസ്റ്റൻസി ലാസ്റ്റ് വരുമ്പോൾ കേട്ടോ. നല്ല കുറുകിയിരിക്കും ചിക്കൻ കറി, ഉരുളക്കിഴങ്ങൊന്നും ഉടഞ്ഞു പോകാതെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. ടാറ്റാ, അടുത്ത വീഡിയോ കാണാം.